നൽകിയ ശേഷം ഉടമയിൽ നിന്നും ആധാരം എഴുതി വാങ്ങുന്നു. ഈ പ്രമാണം ബാങ്കിൽ പണയം വെച്ച് വൻ തുക തട്ടിയ ശേഷം മുങ്ങുന്നു. മറ്റൊരാളുടെ പ്രമാണം നഷ്ടപ്പെട്ടെന്ന് ഗസറ്റിലോ പത്രത്തിലോ പരസ്യപ്പെടുത്തുന്നു. പിന്നീട് ഈ പ്രമാണത്തിന്റെ പകർപ്പ് എടുത്ത ശേഷം വസ്തുവിന്മേൽ അധികാരമുറപ്പിക്കുന്നു. ഇപ്പൊ ബാങ്ക് ലോണിന് പോകുമ്പോൾ തീർച്ചയായിട്ടും മുന്നാധാരം വേണം. മുന്നാധാരം ഒറിജിനൽ തന്നെ വേണം. മുന്നാധാരം ഒറിജിനൽ. അപ്പൊ മുന്നാധാരം ഒറിജിനൽ ഇല്ലെങ്കിൽ, അസൽ ഇല്ലെങ്കിൽ ബാങ്ക് നിർദ്ദേശിക്കുന്നത് നിങ്ങൾ പത്രപരസ്യം ചെയ്യുന്നതാണ്. നമ്മളിപ്പം നോക്കിയാൽ അറിയാം, ഇവിടെ എല്ലാവരും ഇങ്ങനെ നടന്ന് കളയുന്നവരാണോ എന്ന് തോന്നിപ്പോ മലയാളികളെല്ലാം. നമ്മൾ ദൈനംദിന പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ SLC ബുക്ക് നഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. എന്നുവെങ്കിലും ലോസ്റ്റ് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, SLC ബുക്ക് നഷ്ടപ്പെട്ടു. അതിനോടൊപ്പം വരുന്ന ഒന്നാണ് ആധാർ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെടേണ്ട രേഖയാണോ ഭൂരേഖ? അപ്പോൾ ഈ പരസ്യം എങ്ങനെ വരുന്നു? ഈ പരസ്യം വരുന്നതിന്റെ പിന്നിൽ എന്താണ് പരിശോധിക്കണം. അപ്പോൾ അത് പോയി എന്ന് പറയുകയും ഈ പറഞ്ഞ പത്രങ്ങളൊക്കെ മിക്കവാറും ഒരാൾ കാണണമെന്നില്ല. അഥവാ ഗസറ്റിൽ കൊടുത്താലും ഗസറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വായിച്ചിരിക്കണമെന്ന് നിയമവ്യവസ്ഥയുണ്ടെങ്കിലും വായിക്കണമെന്നില്ലല്ലോ, നമ്മുടെ ശ്രദ്ധയിൽ വരണമെന്നില്ല. അഥവാ വായിച്ചാൽ നമ്മുടെ ശ്രദ്ധയിൽ വരണമെന്നില്ല. അപ്പോൾ ബാങ്കുകാർ കൈവശമായിട്ടെടുക്കൽ സെക്യൂരിറ്റീസ് ആക്ട് അനുസരിച്ച് കൈവശമായിട്ടെടുക്കുന്ന നോട്ടീസ് പോലെ, നഷ്ടപ്പെട്ട നോട്ടീസ് പോലെ നമ്മുടെ ശ്രദ്ധയിൽ വന്നില്ലെങ്കിൽ നമ്മുടെ ഭൂരേഖയെ സംബന്ധിച്ച് മറ്റൊരാൾ തയ്യാറാക്കൽ തുടങ്ങിയെന്നാണ്.